ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററായ നമ്മുടെ കുടുംബം, അവർ ഫാമിലി. ഈ ചാപ്റ്ററിലെ വിലയിരുത്താം ലെറ്റസ് അസസിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇത് മലയാളം മീഡിയത്തിലെയും ഇംഗ്ലീഷ് മീഡിയത്തിലെയും കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. നോട്ട്സ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: അമ്മു ഷെയർസ് ദ ഡേയ്സ് ഇവന്റ്സ് അറ്റ് സ്കൂൾ വിത്ത് ഹെർ പാരന്റ്സ് ഓൺ റീച്ചിങ് ഹോം. വാട്ട് ഡു യു യൂഷ്വലി ഷെയർ വിത്ത് യുവർ പാരന്റ്സ്? പ്രിപ്പയർ എ ബ്രീഫ് നോട്ട്. അമ്മു വീട്ടിലെത്തിയാൽ സ്കൂളിലെ വിശേഷങ്ങൾ അച്ഛനമ്മമാരോട് പങ്കുവയ്ക്കും. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് കുടുംബത്തിലുള്ളവരോട് പങ്കുവയ്ക്കാറുള്ളത്? ഒരു ലഘു വിവരണം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വീട്ടിൽ പറയുന്നതെന്ന് നോക്കാം. എബൌട്ട് മൈ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. എൻ്റെ കൂട്ടുകാരെയും അധ്യാപകരെയും കുറിച്ച് ഞാൻ വീട്ടിൽ പറയാറുണ്ട്. എബൌട്ട് ദ ഗെയിംസ് ഐ പ്ലേഡ് വിത്ത് ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ. ഞാൻ സ്കൂളിൽ എൻ്റെ കൂട്ടുകാരുമൊത്ത് കളിച്ച കളികളെക്കുറിച്ചും പറയാറുണ്ട്. മൈ ഹെൽത്ത് പ്രോബ്ലംസ്. ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഇല്ലേ, ഞാൻ ഇന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ കാലില് മുറിവ് പറ്റി, അങ്ങനെയൊക്കെ പറയാറില്ലേ? അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു മാത്സ് ക്ലാസ്സിൽ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറുണ്ടല്ലേ. ഇനി അടുത്തത് ആർട്സ് ആൻഡ് സ്പോർട്സ് ഇൻട്രസ്റ്റ്. കലാകായിക താല്പര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. എബൌട്ട് മൈ ഫേവറേറ്റ് സബ്ജക്ട്സ്. എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. എനിക്കിന്ന് ഈ ഒരു സബ്ജക്റ്റ് ആയിരുന്നു എടുത്തത്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റായ മാത്സ് ഇന്ന് 2 അവർ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അടുത്ത എബൌട്ട് മൈ ലഞ്ച് ടൈം. ഉച്ച ഭക്ഷണ സമയത്തെ പറ്റി. ആ സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എബൌട്ട് ദ സൈറ്റ്സ് സീ വെൻ ഐ കം ഫ്രം സ്കൂൾ. ഞാൻ സ്കൂളിൽ നിന്നും വരുമ്പോൾ കാണുന്ന കാഴ്ചകളെ പറ്റിയും പറയാറുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹൗ ഡു യു ഹെൽപ്പ് യുവർ പാരന്റ്സ് അറ്റ് ഹോം? ഹൗ ഡു യുവർ പാരന്റ്സ് ഹെൽപ്പ് യു? കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. നിങ്ങൾ അച്ഛനമ്മമാർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തു കൊടുക്കാറുള്ളത്? മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരുന്നു? പട്ടികപ്പെടുത്തുക. നോക്കിയാലോ. ഒന്നാമത്തെ കോളത്തിൽ അച്ഛനമ്മമാരുടെ ചുമതലകൾ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പാരന്റ്സ് ആണ്. രണ്ടാമത്തെ ടേബിളിൽ നിങ്ങളുടെ ചുമതലകളാണ് എഴുതേണ്ടത്, യുവർ ഡ്യൂട്ടീസ് ടുവേർഡ്സ് ദം. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് കോളം നോക്കാം. അച്ഛനമ്മമാരുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1. എൻഷുവർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കണം. ഇല്ലേ, ഇത് അച്ഛനമ്മമാരുടെ ചുമതലയാണ്, പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി രണ്ടാമത്തത്, ലീവ് ആസ് എ ഗുഡ് റോൾ മോഡൽ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് ഒരു നല്ല മാതൃകയായി ജീവിക്കുക. എന്നാൽ മാത്രമേ കുട്ടികളും അത് കണ്ട് വളരുകയുള്ളൂ. അപ്പോൾ ഇതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തത്, ലെറ്റ് ദ ചിൽഡ്രൻ ഗ്രോ വിത്ത് ഗുഡ് ഡിസിപ്ലിൻ. നല്ല അച്ചടക്കത്തോടെ കുട്ടികളെ വളരാൻ അനുവദിക്കുക. ഇതും അച്ഛനമ്മമാരുടെ ചുമതലയാണ്. ഇനി അടുത്തത്, എൻഷുവർ ചിൽഡ്രൻ സേഫ്റ്റി. കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക. ഇതും നമ്മുടെ അച്ഛനമ്മമാരുടെ ചുമതലയാണ്, കുട്ടികളുടെ സുരക്ഷ, സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടത്. ഇനി ലാസ്റ്റ്, പ്രൊവൈഡ് ദ ചിൽഡ്രൻ വിത്ത് ദെയർ ബേസിക് നീഡ്സ്. കുട്ടികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? വസ്ത്രം, പാർപ്പിടം, പിന്നെ ബുക്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കുട്ടികളുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിറവേറ്റി കൊടുക്കേണ്ടത് ആരുടെ കടമയാണ്? പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇനി നമ്മുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. യുവർ ഡ്യൂട്ടീസ് ടുവേർഡ്സ് ദം. നന്നായി പഠിക്കുക, സ്റ്റഡി വെൽ. ഒബേ പാരന്റ്സ്. മാതാപിതാക്കളെ അനുസരിക്കുക.
റെസ്പെക്ട് എൽഡർ പീപ്പിൾ ആൻഡ് ടീച്ചേഴ്സ്. മുതിർന്ന ആളുകളെയും അധ്യാപകരെയും ബഹുമാനിക്കുക. ഇത് നമ്മുടെ ചുമതലയാണ്. ഇനി ഹെൽപ്പ് യുവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. സഹോദരങ്ങളെ സഹായിക്കുക. ഇപ്പോൾ പഠന കാര്യങ്ങളിലായാലും മറ്റു കാര്യങ്ങളായാലും എന്ത് ചെയ്യുക, നമ്മുടെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയാണ്. ബീയിങ് ഫ്രണ്ട്ലി ടുവേർഡ്സ് അതേഴ്സ്. മറ്റുള്ളവരോട് സൗഹൃദപരമായി ഇടപഴകുക. ഇതും നമ്മുടെ ചുമതലയാണ്, ഇല്ലേ? ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ നന്നായി സംസാരിക്കുക അവരോട്, ഇല്ലേ? അല്ലാതെ ദേഷ്യം കാണിക്കുകയോ വേറെ രീതിയിൽ പെരുമാറാനോ പാടില്ല. അപ്പോൾ അതാണ് ഫ്രണ്ട്ലി ആയിട്ട് എന്ത് ചെയ്യുക, ഇടപഴകാൻ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. തുടർന്നുള്ള വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചിത്രത്തിൽ കാണുന്നത് പോലെ ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.